വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 സോഷ്യൽ സ്റ്റഡീസിൻ്റെ തേർഡ് ചാപ്റ്ററായ ലാൻഡ് ഫോംസ് ആൻഡ് ലൈഫ് എന്ന് പറയുന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ഓൾറെഡി മൗണ്ടൻസിനെ കുറിച്ച് പഠിച്ചായിരുന്നു. അപ്പോൾ ആ മൗണ്ടൻസിൻ്റെ കുറേ ഇതിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. മൗണ്ട് എവറസ്റ്റ്, മൗണ്ട് അക്കോൺകാഗുവ, മൗണ്ട് കിളിമഞ്ചാരോ, മൗണ്ട് ബ്ലാങ്ക്. ഇതൊക്കെ നമ്മൾ എവിടെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് കേട്ടോ. കാഞ്ചൻജംഗ, മൗണ്ട് ആനമുടി. അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചാണ് ഇതിൻ്റെയൊക്കെ പേര്. പിന്നെ അതുപോലെ അവിടെ കാണപ്പെടുന്ന ആനിമൽസിൻ്റെ പേരാണ് പെരിഗ്രീൻ ഫാൽക്കൺ, ഹിമാലയൻ താർ, മൗണ്ടൻ ഹെയർ, ഗോൾഡൻ ഈഗിൾ, കനേഡിയൻ ലിനക്സ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച പേരുകളാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറയുന്നത് ഈ മൗണ്ടനിൽ താമസിക്കുന്ന, ഇപ്പം നമുക്ക് പലപ്പോഴും പറയാറുണ്ട്, ഈ മൗണ്ടനിൽ മൗണ്ടൻ സൈഡിലേക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് നല്ല സീനറി കാണാൻ പറ്റും, നല്ല ക്ലൈമറ്റാണ് അവിടുത്തെ, നല്ല എയറാണ്, നല്ല ശുദ്ധമായ എയറാണ്, പൊല്യൂഷനൊന്നും ഇല്ലാതെ. പക്ഷേ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രോബ്ലംസ് നേരിടേണ്ടി വരുന്നുണ്ട്. അതിലെ ഒരു ഫസ്റ്റ് വണ്ണാണ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത്. എന്താ ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സഡൻ ലോക്കൽ ഫ്ലഡ് ഓഫൺ കോസ്ഡ് ബൈ എ ക്ലൗഡ് ബസ്റ്റ്. അതായത് മേഘവിസ്ഫോടനം കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഫ്ലഡ്, വെള്ളപ്പൊക്കം. നമ്മൾ പലയിടത്തും ഇത് കാണുന്നുണ്ട്. കഴിഞ്ഞ ഒരു സമയത്തൊക്കെ മേഘവിസ്ഫോടനം കൊണ്ട് ഒരുപാട് ഫ്ലഡ് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നുള്ളത് ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ മണ്ണിടിഞ്ഞ് താഴെ. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നു. പിന്നെ അൺകൺട്രോൾഡ് ടൂറിസം. നമുക്കറിയാം എപ്പോഴും സീനറീസ് നല്ലതാവുന്ന ഭാഗത്തേക്ക് ടൂറിസ്റ്റുകൾ ഒരുപാട് പോകും. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് പെട്ടെന്നുള്ള ഈ ആൾക്കാരുടെയും ബിൽഡിങ്ങുകളും എല്ലാം പെട്ടെന്ന് ഒരുപാട് എണ്ണം കൂടും, റിസോർട്ടുകളുടെ എണ്ണം. അങ്ങനെയൊക്കെ വരുമ്പം എന്താണ്, ആ ഒരു ലാൻഡ് ഏരിയയ്ക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ വയനാടിനൊക്കെ കണ്ടതാണ്. ആ ഒരു ഏരിയയ്ക്ക് താങ്ങാൻ പറ്റാത്തതാവുന്ന തന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് തന്നെയല്ല, ഈ ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് തിക്കിലും തിരക്കിലും പെട്ട് ആൾക്കാർ മരിക്കുന്ന രീതികൾ വരെ ഉണ്ട്. ലാൻഡ് സ്ലൈഡിനൊരു ഡെഫിനിഷൻ ഉണ്ട് കേട്ടോ. ദ സഡൻ കൊളാപ്സ് ഓഫ് എ മാസ് ഓഫ് എർത്ത് ഓർ റോക്ക് ഫ്രം എ മൗണ്ടൻ ഏരിയ. പിന്നെ അടുത്ത പറഞ്ഞ ആവലാഞ്ചി എന്നുള്ളത്. ആവലാഞ്ചി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the sudden fall of snow, ice or rock from a mountain air often occurs when the snow starts melting. അതായത് ഈ ഭയങ്കരമായിട്ട് സ്നോ ഉണ്ടാക്കിയിട്ട് ഈ മഞ്ഞ് പെട്ടെന്ന് അങ്ങ് ഉരുകിയിട്ട് അവിടെ പെട്ടെന്ന് ഫ്ലഡ് ഉണ്ടായത്. വലിയ ഒരു മഞ്ഞ് വീഴുന്ന ഒരവസ്ഥയാണ് പെട്ടെന്ന്, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത നിലയിൽ. ദെൻ ഹെവി റെയിൻഫോൾ, ഭയങ്കര വലിയ നോട്ട് ഹെവി റെയിൻഫോൾ, ഹെവി സ്നോഫോൾ, ഭയങ്കര മഞ്ഞ് വീഴ്ച. ദെൻ ക്ലൗഡ് ബസ്റ്റ് ആദ്യമേ ഞാൻ പറഞ്ഞതാണ്, മേഘവിസ്ഫോടനം എന്നാണ് പറയുന്നത്. എ സഡൻ വയലൻറ്റ് റെയിൻ സ്റ്റോം, അതിനാണ് എന്ത് പറയുന്നത്, ക്ലൗഡ് ബസ്റ്റ് എന്ന്. കോൾഡ് വെതർ, അതുപോലെ പൊതുവേ കുന്നിൻ പ്രദേശങ്ങളിൽ വളരെയധികം തണുപ്പുള്ളതാണ്. അപ്പം ഇതൊക്കെ മൗണ്ടൻ്റെ പ്രോബ്ലംസായിട്ട് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ മൗണ്ടനിൽ താമസിക്കുന്ന ആൾക്കാർ നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസ്. ഇതിലിപ്പം നമ്മൾ രണ്ടാൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മൗണ്ടൻ കീഴടക്കിയ ആൾക്കാരാണ്, ഇത് മൗണ്ടനിൽ കയറിയ ആൾക്കാർ. ബൈജേന്ദ്ര പാൽ സ്റ്റാർട്ടഡ് ക്ലൈംബിംഗ് മൗണ്ടൻസ് ഫ്രം എ യങ് ഏജ് ആൻഡ് ലെഡ് മെനി വിമൻ ക്ലൈംബിംഗ് എക്സ്പെഡിഷൻസ്. ഷീ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ് in 1984 and was rewarded Padma Shri and same year and Padma Vibhushan 2019. ബൈജേന്ദ്രി പാൽ എന്ന ലേഡി, ഈ ലേഡിയാണ് ആദ്യമായിട്ട് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ. ഇനി അടുത്തത് അരുണിമ സിൻഹ എന്ന് പറയുന്ന ആൾ. അരുണിമ സിൻഹയെക്കുറിച്ച് പറയുന്നത്, അരുണിമയ്ക്ക് സ്വന്തമായിട്ട് എന്താ പറയുന്നത്, കാല് ഒരു ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടിരുന്നു. ഈ കാല് നഷ്ടപ്പെട്ടിരുന്ന കാല് പിന്നെ കാലുകൾ വെച്ച് പിടിപ്പിച്ച്, അതായത്
നടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് മൗണ്ട് എവറസ്റ്റിൽ കയറിയാളാണ്. ഈസ് എ ലോസ്റ്റ് ലെഗ് ഇൻ ആക്സിഡൻറ്റ് വെൻ ഷീ വാസ് 31. With Bajendrabal's encouragement and training, she managed to climb Mount Everest in 2013 and went on the climb on highest peak every continent, including Mount Vinson and Antarctica. She was awarded Padma Shri in 2015. ഇതാണ് അരുണിമ സിൻഹ എന്ന് പറയുന്ന ആൾ. ഇനിയിപ്പോൾ നമ്മൾ മൗണ്ടൻ്റെ ചലഞ്ചസ് ഒക്കെ പറഞ്ഞു അല്ലേ. Many traditional communities around the world consider mountains to sacred place and worship them. നമ്മൾ ഹിമാലയം എന്ന് പറയുന്നത് ഒരു സേക്രഡ് പ്ലേസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്, ഹിന്ദുയിസം കാണുന്നത്. മൗണ്ട് എവറസ്റ്റ്, the highest mountain in the world, 8,849 meters, have many names. Tibetans call it Komalanga, and which means mother goddess in the world, and worship the mountain as such. And Nepalese called Sagarmatha, means goddess of the sky. Similarly, Mount Kailash in Tibet and held sacred by followers of Hinduism, Buddhism, Jainism, and born an ancient Tibetan religion. Such reverence of mountain summit is also found in elsewhere India as well as in other part of the world. ഇനിയും ഈ മൗണ്ട് എവറസ്റ്റിനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഹിമാലയം എന്ന് പറയുന്നു, നേപ്പാളീസ് സാഗർമാത എന്ന് പറയുന്നു. ഇതെല്ലാം അവരുടെ മതത്തിൻ്റെയോ അല്ലെങ്കിൽ അവരുടെയോ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സേക്രഡ് പ്ലേസ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ കിളിമഞ്ചാരോ എന്ന് പറയുന്ന ആഫ്രിക്കയിലെ മൗണ്ടൻ്റെ പ്രത്യേകതയായിട്ട് അവർ പറയുന്നത്, ആഫ്രിക്കൻസ് പറയുന്നത്, അത് കയറി എല്ലാവർക്കും മോക്ഷം കിട്ടും എന്നാണ്. ഈശ്വരനിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും എളുപ്പ വഴിയായിട്ടാണ് അവരതിനെ കാണുന്നത്. ഇനി നമ്മൾ അടുത്ത ലാൻഡ് ഫോമിലേക്ക് പോവാണേ, പ്ലേറ്റോസ്. ഈ പ്ലേറ്റോ ഇസ് എ ലാൻഡ് ഫോം ഓഫ് റൈസ് അപ്പ് ഇൻ ദ സറൗണ്ടിങ് ആൻഡ് ദ ലാൻഡ് മോർ ദാൻ ഫ്ലാറ്റ് സർഫസ്. സം ഓഫ് സൈഡ്സ് ആർ ഓഫൻ steep slopes. Like mountains, plateaus can be young or old in terms of earth history. Two examples of plateaus are Tibetan Plateau, the largest and highest plateau in the world, and the Deccan Plateau. The highest plateau can vary from few hundred meters of several mountain meters. നമ്മൾ ഇപ്പോൾ ഇതൊരു മൗണ്ടൻ എന്ന് വെച്ചോ, അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഭാഗം പീക്കില്ലാത്തൊരവസ്ഥ, അതായത് ഇങ്ങനെ വന്നിട്ട് ഇതിനാണ് പലപ്പോഴും പ്ലേറ്റോ എന്ന് പറയുന്നത്. അതായത് ടേബിൾ ടോപ്പ്, ഒരു ടേബിളിൻ്റെ ടോപ്പ് പോലെയാണ് പ്ലേറ്റോസ് ഇരിക്കുന്നത്. ഇതിന് സ്ലോപ്സൊക്കെ ഉണ്ട്, മൗണ്ടൻ്റെ കൂട്ട് സ്ലോപ്സൊക്കെ ഉണ്ട്, പക്ഷേ ഇതിന് പീക്സ് ഇല്ല. അതാണ് എൻ്റെ പ്രത്യേകത. പ്രധാനമായിട്ടും ഉള്ളത് ടിബറ്റൻ പ്ലേറ്റോയും ഡെക്കാൻ പ്ലേറ്റോയുമാണ് ഉള്ളത്. പ്ലേറ്റോസ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെ മെജോറിറ്റി പാർട്ടും പ്ലേറ്റോസാണ് കേട്ടോ. The Tibetan Plateau has an average altitude of 4,500 meters, which explains why it was nicknamed the roof of the world. From east to west, it is nearly 2,500 kilometers away. The distance from the Chandigarh to Kanyakumari. ഇത്രയും ദൂരത്തിലാണ് എന്ത് കിടക്കുന്നത്, ഈ ടിബറ്റൻ പ്ലേറ്റോ കിടക്കുന്നത്. അപ്പോൾ ടിബറ്റൻ പ്ലേറ്റോയ്ക്ക് പറയുന്ന പേര് തന്നെ റൂഫ് ഓഫ് ദ വേൾഡ് എന്നാണ്. The Deccan Plateau of Central and South India is one of the oldest plateaus in the world, formed through volcanic activity millions of years ago. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ വോൾക്കാനിക് ആക്ടിവിറ്റി കൊണ്ടാണ് ഡെക്കൻ പ്ലേറ്റോ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ലൈക്ക് മൗണ്ടൻസ്, പ്ലേറ്റോസ് ആർ റിച്ച് ഇൻ മിനറൽസ് ആൻഡ് ഡെപ്പോസിറ്റ്. ദേ ഓൾസോ കോൾഡ് സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ്. ഏറ്റവും കൂടുതൽ മിനറൽസ് ഉള്ളത് പ്ലേറ്റോസിലാണ്. ആൻഡ് ആസ് എ റിസൾട്ട് മൈനിങ് ഓഫ്, എന്താണ് മിനറൽസ് എന്ന് പറഞ്ഞാൽ അയണ്, നമ്മൾ ഗോൾഡ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, മെറ്റൽസ്. ആൻഡ് മേജർ വെറൈറ്റി ഓഫ് പ്ലേറ്റോസ് ആൻഡ് വിച്ച് മെനി വേൾഡ് ലാർജസ്റ്റ് മൈൻസ് ആർ ഫൗണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ഈസ്റ്റ് പ്ലേറ്റോ ഈസ് ഓൾസോ ഹോം ടു മെനി സ്പെക്ടാക്കുലർ വാട്ടർഫോൾസ്. ദ വിക്ടോറിയ ഫോൾസ് ഇൻ ദ സാംബസി റിവർ ഈസ് ഇൻ സൗത്ത് ആഫ്രിക്ക, ആൻഡ് ഹുൻഡ്രു ഫോൾസ് ഇൻ ദ Subarnarekha River in the Chota Nagpur Plateau, and Jog Falls in Sharavati River in Western Ghats, and few such waterfalls. The Nokkalakai Falls drop down 340 meters from the Cherrapunji Plateau. നോക്കിയേ, റിവേഴ്സ്
എത്ര റിവേഴ്സിൻ്റെ പേരാണ് നമ്മളിപ്പോൾ പ്ലേറ്റ്യൂസിൻ്റെ, അതായത് റിവേഴ്സ് എന്നല്ല വാട്ടർഫോൾസിൻ്റെ പേരാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് സാംബസി റിവറിലെ സൗത്ത് ആഫ്രിക്കയിലെ വിക്ടോറിയ ഫോൾസ്, പിന്നെന്താ ഹുൻഡു ഫോൾസ്, സബർണരേഖ റിവർ ഇൻ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റോ, അങ്ങനെ ജോഗ് ഫോൾസ് ഷരാവതി റിവറിൽ, വെസ്റ്റേൺ ഗാട്ട്സും അതുപോലെ വെസ്റ്റേൺ ഗാട്ട്സിലാണ് വാട്ടർഫോൾസ് ഉള്ളത്. ആൻഡ് നോഖാലിക്കായ് ഫോൾസ് ആൻഡ് ഡ്രോപ്പ് ഡൗൺ ഇൻ 340 മീറ്റേഴ്സ് വിൻ ചിറാപുഞ്ചി പ്ലേറ്റോ. ചിറാപുഞ്ചി പ്ലേറ്റോയിലാണ് ഈ പറഞ്ഞ വാട്ടർഫോൾസ് ഉള്ളത്. അപ്പം ഇവിടെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ടേ. ഇനി അടുത്തെന്ന് പറയുന്നത് പ്ലെയിൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡ് ഫോമാണ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. പ്ലെയിൻസ് ആർ ദ ലാൻഡ് ഫോംസ് ദാറ്റ് ഹാവ് എക്സ്റ്റെൻസീവ് ഫ്ലാറ്റ് ഓർ ജെൻ്റലി undulating surface and they do not have any large hills or deep valleys. They are generally not more than 300 meters above the sea level. നമ്മൾ സീ ലെവൽ വെച്ചാണ് എപ്പോഴും ഹൈറ്റ് പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ സീ ലെവൽ വെച്ച് ഏകദേശം 300 മീറ്റർ മാത്രം ഉയരമുള്ള പ്രദേശമാണ് നമ്മൾ പ്ലേറ്റോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഏകദേശം 4500 ആണ് നമ്മൾ അതിൻ്റെ ഹൈറ്റ് പറഞ്ഞത്. 2500 അതിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും 4000 ആണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതേസമയം പ്ലെയിൻസിലാണെങ്കിൽ 300 ആണ് അതിൻ്റെ ഹൈറ്റ് സീ ലെവലിൽ നിന്ന്, വളരെ കുറവാണ് അല്ലേ. Flood plains are one type of plains formed by rivers originating in the mountain ranges which are collect particles of rock and sand-laden sediments. These sediments are carried in the way of the plain where the rivers deposit it, making soil very fertile. As a result, the plains are ideal growing of the crops of all kinds and agriculture. ഇനിയിപ്പം ഇതിൻ്റെ പ്ലെയിൻസിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് റിവേഴ്സ് ഒലിച്ചുകൊണ്ട് വരുന്ന, അല്ലെങ്കിൽ റിവേഴ്സ് കൊണ്ടുവരുന്ന സോയിലാണ്. വളരെ ഫലഭൂയിഷ്ഠമായ വളരെയധികം ഫെർട്ടിലിറ്റി ഉള്ള സോയിലാണിത്. ഇതിനെ സെഡിമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് മിനറൽസിൻ്റെ പാർട്ടിക്കിൾസ്, പിന്നെ അതുപോലെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം, ഇതെല്ലാം ചേർന്ന് സെഡിമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഈ സെഡിമെൻറ്റ്സ് അടിഞ്ഞുകൂടുന്ന മണ്ണാണ് ഈ പ്ലെയിൻസിലുള്ളത്. അതുകൊണ്ട് ഇതിനകത്തിലൂടെ ധാരാളം ഫുഡ് ക്രോപ്സ് എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ദിസ് വേൾഡ് മാപ്പ് ഷോസ് ദ ഫ്യൂ മേജർ മൗണ്ടൻ റേഞ്ചസ്, പ്ലേറ്റോസ് ആൻഡ് പ്ലെയിൻസ്. ഓരോന്നിനെയും ഇത് നോക്കിയിട്ട് പ്ലേറ്റോയ്ക്ക് ബ്രൗൺ കളറ്, റിവർ പ്ലെയിനിന് ഗ്രീൻ കളറ്, മൗണ്ടൻ റേഞ്ചിന് എന്താണ് ഒരു ഓറഞ്ച് കളറാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളത് നോക്കി കണ്ടുപിടിക്കുക കേട്ടോ. ഇവിടെ നമുക്ക് സാറ്റലൈറ്റ് വ്യൂ ഉണ്ട്. ഗംഗ പ്ലെയിനിൻ്റെ സാറ്റലൈറ്റ് വ്യൂ ആണ് ഇത് നമ്മൾ ഇപ്പോൾ കണ്ടത്. ലൈഫ് ടു ദ പ്ലെയിൻസ്. ഇനി പ്ലെയിൻസിലെ ജീവിതം എങ്ങനെയാണ്? തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ ദ ഫസ്റ്റ് സിവിലൈസേഷൻ ഡെവലപ്ഡ് അറൗണ്ട് ദ റിവേഴ്സ് ഇൻ ഫെർട്ടൈൽ പ്ലേസ്. ഇൻ അവർ ടൈംസ് ടു എ ലാർജ് പാർട്ട് ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ലിവ്സ് ഇൻ ദ പ്ലെയിൻസ്. പ്ലെയിൻസിലാണ് നമ്മൾ സിവിലൈസേഷനൊക്കെ പഠിച്ചതാണ്. ആ സിവിലൈസേഷൻ്റെ ഹരപ്പ, മോഹൻജദാരോ ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതായത് സിന്ധു നദീതട സംസ്കാരം. അപ്പം നദീതീരങ്ങളിലാണ് ഈ സിവിലൈസേഷൻസ് എല്ലാം ഉണ്ടായത്. എബൌട്ട് 40 crore people, more than 1/4 of the total Indian population, live in India's Ganga plain, often called Gangetic plain. അതായത് 40% ഓഫ് ഇന്ത്യൻസ് താമസിക്കുന്നത് പ്ലെയിൻസിൽ, ഗാഞ്ചരിക് പ്ലെയിൻ എന്നാണ് പേര്. ആ പ്ലെയിൻസിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത്. The major occupation of the people in this region include river fishing, agriculture, food crops such as rice. പിന്നെ ഈ പ്ലെയിൻസിൽ താമസിക്കുന്ന ആൾക്കാർക്ക് നമുക്കറിയാം റിവർ അടുത്തുണ്ടാവും, അപ്പോൾ അവിടെ ഫിഷിങ് നടത്താം. പിന്നെ വെള്ളം ധാരാളം കിട്ടുന്നതുകൊണ്ട് അഗ്രികൾച്ചർ നന്നായിട്ട് മുന്നോട്ട് പോകും. ഫൈബർ ക്രോപ്സ് സച്ച് ആസ് കോട്ടൺ, ജൂട്ട്, ഇനി അതുപോലെ പലതരത്തിലുള്ള ക്രോപ്സ്, നമുക്ക് ആഹാരം കഴിക്കാനുള്ളത് അല്ലെങ്കിൽ നൂലുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ക്രോപ്സ്, ഇതെല്ലാം ഈ പ്ലെയിൻ ഏരിയയിലാണ് കൃഷി ചെയ്യുന്നത്. However, agriculture has turned to irrigation with water brought to the fields through network of canals or pumped from groundwater. പിന്നെ വെള്ളം ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് കിട്ടും. പിന്നെ എന്താണ് പൈപ്പ് ലൈൻ വഴി കിട്ടുന്നുണ്ട്. ഇറിഗേഷൻ ഹാസ് ഇൻക്രീസ്ഡ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. ജലസേചനമാണ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ജലസേചനം.
വെള്ളത്തിൻ്റെ അവൈലബിലിറ്റിയാണ് എന്താ ഈ കൃഷി കൂടാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓൾസോ ആൻഡ് ഇറ്റ് ഹാസ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡിപ്ലീഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ദിസ് പ്രസൻസ് എ ചലഞ്ച് ഇൻ ദ ഫ്യൂച്ചർ അഗ്രികൾച്ചർ റീജിയൻ. ഇനി അതുപോലെ നമ്മൾ പറഞ്ഞു ഇപ്പം ഗ്രൗണ്ട് വാട്ടറിൽ നിന്നും നമ്മൾ വെള്ളം ഇങ്ങനെ പൈപ്പ് വഴി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ധാരാളമായിട്ട് അങ്ങനെ എടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഭാവിയിൽ വെള്ളമില്ലാതിരിക്കുകയും നമുക്ക് കൃഷി വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിട്ട് മാറുകയും ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. Whether mountain ranges or plains, rivers around the world have carried immense cultural value. In particular, many communities have considered the river source as its confluence with one or two other rivers to be sacred. In India, numerous festivals, ceremonies, and rituals are conducted at such locations. നമ്മൾ പല റിലീജിയസ് റിച്വൽസും നദീതീരത്തോട് ചേർന്ന് നടക്കാറുണ്ട്. നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബലിതർപ്പണങ്ങളെല്ലാം നടക്കുന്നത് നദീതീരങ്ങളിലാണ്. ബനാറസ് എന്നറിയപ്പെടുന്ന കാശിയാണ് ഏറ്റവും വലിയ പുണ്യസ്ഥലമായിട്ട് അറിയപ്പെടുന്ന, അതും ഒരു നദീതീരമാണ്. Because plains have a gentle slope, river navigation is easy and support lot of economic activities. In earlier days, people also used the rivers extensively to travel from one place to നമുക്കറിയാമല്ലോ വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്, വളരെ വിലക്കുറവിൽ നമുക്ക് നടക്കുന്ന ഒന്ന് ആണ്. ഈ കോൺഫ്ലുവൻസ് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ദ മീറ്റിംഗ് ഓഫ് പോയിന്റ് ഓഫ് ടു ഓർ മോർ റിവേഴ്സ്, അതിനാണ് കോൺഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇത് റിവേഴ്സിൻ്റെ രണ്ട് നദികൾ ഒരുമിച്ച് ചേരുന്ന ഭാഗത്താണ് കൂടുതലും റിച്വൽസ് നടക്കുന്നത്. റിവർ ട്രാൻസ്പോർട്ടേഷൻ കാണിക്കുന്നുണ്ട് ഗംഗയിലെ. In this chapter, we explored the three main landforms, but in surface it is complex and explored, then define a few more landforms. On such landforms is the desert. ഇനി അതുപോലെ ഈ പറഞ്ഞ മൂന്നെണ്ണം അല്ലാതെ ഉള്ള ഒരു ലാൻഡ്ഫോമാണ് ഡെസേർട്ട്. ആൻഡ് ഡെസേർട്ട് ആർ കൺസിഡേർഡ് ലാർജ് ആൻഡ് ഡ്രൈ എക്സ്പാൻഷൻസ്. നമ്മൾ ഡെസേർട്ട് എന്ന് പറയുന്നത് സാൻഡ് കൊണ്ടുള്ള ഭാഗം മാത്രമല്ല ഡെസേർട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണയായിട്ട് വളരെ ഡ്രൈ ആയിട്ടുള്ള ഭാഗത്തിന് അല്ലെങ്കിൽ സാൻഡ് നിറഞ്ഞു കിടക്കുന്ന ഭാഗത്തിന്, മഴ വളരെ തീരെ കുറഞ്ഞ സ്ഥലത്തിനൊക്കെയാണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. മനുഷ്യവാസമില്ലാത്തത് എന്നർത്ഥത്തിലും നമ്മൾ ഡെസേർട്ട് പറയാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഡെസേർട്ട് ഏരിയയിലുള്ള ആനിമൽസ്, ഫ്ലോറ ആൻഡ് ഫോണ. ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞാൽ എന്താണ്? ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അതും ഡിഫറെൻ്റ് ആണ്. സം ഡെസേർട്ട്സ് ആർ ഹോട്ട് ലൈക്ക് സഹാറ ഡെസേർട്ട് ഇൻ ആഫ്രിക്ക ഓർ ദ താർ ഡെസേർട്ട് ഇൻ നോർത്ത് വെസ്റ്റ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. അതേഴ്സ് ആർ കോൾഡ് ലൈക്ക് ഗോബി ഡെസേർട്ട് ഇൻ ഏഷ്യ. ചില ഡെസേർട്ടുകൾ വളരെ കോൾഡായിരിക്കും, ചിലത് വളരെ ഹോട്ടായിരിക്കും. എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഡെസ്പൈറ്റ് ഹാർഷ് ലിവിങ് കണ്ടീഷൻസ്, ഹ്യൂമൻസ് ആർ അഡാപ്റ്റഡ് ടു മോസ്റ്റ് ഓഫ് ദ ഡെസേർട്ട്. In India, communities living in the Thar Desert or migrating through it hold rich cultural traditions such as folk songs and legends. ഇനി ഡെസേർട്ടിൽ താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും അവിടെയുള്ള ആൾക്കാർക്കൊക്കെ വളരെ കൾച്ചറൽ വ്യത്യാസങ്ങളുള്ള ആൾക്കാരാണ്. The diverse way in which humans have made all landforms their home is testimony to our adaptability and resilience. എന്താണ് റെസിലയൻസ് എന്നത്? കപ്പാസിറ്റി ടു മീറ്റ് ചാലഞ്ചസ് ആൻഡ് ഡിഫിക്കൽട്ടീസ്, അഡോപ്റ്റ് ടു ദം ഓർ ഓവർകം ദം. ഇനി ഈ ലാൻഡ് ഫോംസിൽ എത്ര ബുദ്ധിമുട്ടുള്ള സ്ഥലത്തും ആൾക്കാർ താമസിക്കുന്നുണ്ട്. എങ്ങനെയാണ്? അവരതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ്. ദ 5 tenets of the ancient Tamil Sangam poetry are 5 landscapes associated with certain specific deities, life stages, moods or emotions such as love, longing, separation, quarrel, etc. This table also lists the characteristics of 5 landscapes and main human occupations in each. നോക്കിയേ, ഈ 5 സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തിനൈ ലാൻഡ്സ്കേപ്പ്, മെയിൻ ഒക്കുപ്പേഷൻ. ഇത് ഓരോ സ്ഥലത്തെയും പറയണേ. അതായത് മൗണ്ടൻ റീജിയൻ ആണ് ഹണ്ടിങ്ങും ഗ്യാതറിങ്ങുമാണ് ഒക്കുപ്പേഷൻ.
ലാൻഡ്സ്കേപ്പാണ്, ഗ്രാസ് ലാൻഡ് ഫോറസ്റ്റ് ആണ്, അവിടെ കാറ്റൽ റിയറിംഗ് ആണ് കൂടുതലുള്ളത്, അതായത് കന്നുകാലികളെ വളർത്തൽ. ഫെർട്ടൈൽ അഗ്രികൾച്ചർ പ്ലെയിൻസ് ആണെങ്കിൽ ഫാമിംഗ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് കോസ്റ്റൽ റീജിയൻ ആണെങ്കിൽ ഫിഷിങ്ങും സീഫെയറിങ്ങുമാണ് നടക്കുന്നത്. എയർ ഡെസേർട്ട് ലൈക്ക് റീജിയൻ ആണെങ്കിൽ ജേണിങ് ആൻഡ് ഫൈറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ നടക്കുന്ന കാര്യങ്ങൾ. These are the 5 tenets constitute a different classification of landforms than one we have seen, but they reflect a keen awareness of the diverse religions and their characteristics. They also illustrate the deep connection between humanity and natural environment. അതായത് ഹ്യൂമാനിറ്റിയും നാച്ചുറൽ എൻവയോൺമെൻറ്റും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് എന്താണ് അതിനർത്ഥം? അതായത് നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിന് നേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് തരത്തിലുള്ള ലാൻഡ് ഫോംസ് ആണെങ്കിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ലെസൺ ഇവിടെ തീരുകയാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും പെട്ടെന്ന് കാണാം.